ഓസി വീണ്ടും ഊസിയോ എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് അല്ലേ? അതൊന്നും അല്ല കേട്ടോ സത്യം. ദിയ വിളിച്ചിട്ട് പച്ചത്തെറി ഈ പിള്ളേരെ വിളിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. അത് കേൾക്കുന്നതോടുകൂടി ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതല്ലാണ്ട് ഇത് ചിന്തിച്ച് നമ്മുടെ നാട്ടിലെ സകലമാന പത്രങ്ങളും യൂട്യൂബേഴ്സും ഞാനും നിങ്ങളും എല്ലാവരും കേട്ട് ശരിക്കും പറ്റിച്ചോ എന്നുള്ള തോന്നലുണ്ടല്ലോ, അത് ഈ ഒരൊറ്റ ഓഡിയോ ക്ലിപ്പിൽ തീരുമാനമായി കിട്ടും. കേൾക്കും. ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് തുറന്ന് പറഞ്ഞതല്ലേ? നിങ്ങളോട് നിങ്ങൾ സത്യം പറയാലോ, നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്റെ മാന്യമായ സൈഡ് മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ്. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. അത് കാണിപ്പിച്ചു. നിങ്ങളെക്കാൾ താറ സൈഡ് എനിക്കുണ്ട്. പക്ഷെ അത് കട്ടുമോട്ടിച്ചു അല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? കട്ടുമോട്ടിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ വയ്യ. സുവിശേഷം ഞാൻ പോകുന്നു പറ. ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്, കിട്ടിയിട്ടുണ്ടെന്ന്. ഇത് മാത്രം ഉണ്ട് 55,000. അതല്ലാതെ 1000 വേറെ കസ്റ്റമേഴ്സിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ടേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാടയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി, എന്റെ കോപ്പ് കുറച്ചൊക്കെ തീർന്നു. അത് ഇന്ന് ഉച്ചവരെ. മനസ്സിലായില്ലേ? ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടഗ്രൗണ്ടിലൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? മണ്ണെണ്ണ എടുത്ത് ഉഴാൻ ചോദിച്ചോണ്ടിരുന്നോ? മനസ്സിലായില്ലേ? വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരുന്നത് കളിക്കാൻ. വളരെ മോശപ്പെട്ട ആളാണ് നിങ്ങൾ ഇറങ്ങി. മനസ്സിലായില്ലേ? ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ മഴ തിരിഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കേട്ടാ ചേച്ചി സോറി ചേച്ചി. സോറി ആർക്ക് സോറി? ആർക്ക് സോറി പറയണം? ആർക്ക് വേണ്ട സോറി? കണ്ടല്ലോ, എഴുതി വെച്ചോ. യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ തൊലിച്ചു. യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചേജ് ഞാൻ തൊലിച്ചു. നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും. മനസ്സിലായല്ലോ? ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഈ പ്രൊഫൈൽ പിക്ചർ ഇടൂല. അത് ഇന്ന് നിങ്ങൾ നിർത്തും. ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിംഗ് ആണ്. ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും. മനസ്സിലായല്ലോ? നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി ഞാൻ പറഞ്ഞു. ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ മിസ്റ്റേക്സ് കാണിക്കല്ലേ, പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി. നിങ്ങൾ അനിയത്തിമാരെ പോലെ കണ്ടു നോക്കി. ഞാൻ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി. ഞാൻ ചെയ്തിട്ട് എന്നോട് നിങ്ങൾ ചെയ്ത് എന്താണ്? നിങ്ങൾ എന്താ എന്നോട് ചെയ്ത്? പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ, ഇപ്പൊ ദിദ്യക്ക് അയച്ചിരിക്കുന്ന കസ്റ്റമർ, അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത്. അവരുടെ എല്ലാ പാർസൽസും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ്. അതിന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ദിവ്യ? അത് മറ്റേ അച്ഛൻ മൈസൂരിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്? പറ ദിവ്യ, ആ ട്രെയിൻ കയറി മൈസൂരിൽ പോയി എടുത്ത സ്റ്റോക്കാണോ അത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത്? അത് ആരോട് ചോദിച്ചിട്ട് ദിവ്യ വിറ്റു? 55,000 രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു? എന്നോട് ചോദിച്ചോ? അശ്വിനോട് ചോദിച്ചോ? ആരോട് ചോദിച്ചു? പറ. ഇത്രയും നേരം അശ്വിൻ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ? മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ? എന്റെ വായിക്കാൻ ചേച്ചി അതല്ലേ ചേച്ചി പറഞ്ഞത് 50,000 ഒരാൾ വെച്ച് എടുത്തിട്ടുണ്ടെന്ന്. 50ന്റെ അപ്പ നേരിട്ടുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ ചെപ്പാടിച്ച പൊട്ടിന് 50ന്റെ അകത്ത് നീ ഇനി 50-നകത്തെന്ന് പറഞ്ഞ വിവരം അറിയും. പൊന്നാര മോളെ, നീ വിവരം അറിയും. മനസ്സിലായില്ലേ? നീ ഉണ്ടല്ലോ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തം ചെയ്ത് നീ പുറത്തു വിട്ടാൽ എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായില്ലേ? കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂടുതൽ തെളിവാ. മനസ്സിലായില്ലേ? മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്. പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു. അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട്. എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം. ട്രിപ്പെടുത്ത് കിടക്കുമായിരുന്നു നിങ്ങളെ കാരണം. മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിവ്യ, പ്രത്യേകിച്ച് ദിവ്യ ഈ ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിനൊരൊറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചതിലൂടെ എന്നിട്ട് എന്താ പറയാ? പങ്കിട്ടിരുന്നാ ഒരൊറ്റ അടി വെച്ചില്ല പങ്കിട്ടെന്നെങ്കിൽ നീ പറഞ്ഞെങ്കിലും കേട്ടല്ലോ. നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടല്ലോ.
ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ. അത് ഞാൻ വിചാരിച്ചാൽ മതി, വേറെ ആരും വിചാരിക്കണ്ട. പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ. മനസ്സിലായല്ലോ? മനസ്സിലായോ ഇല്ലയോ ദിശയ്ക്ക്? ആ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വാ. പോലീസ് സ്റ്റേഷനിൽ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ വിളിച്ചിട്ടായാലും ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും. കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം. നിനക്കൊക്കെ എന്തോന്ന് ഇനി സേഫിട്ട് തരാൻ പറ്റൂലല്ലേ? കാര്യം എന്ത് ഊമ്പിപ്പിച്ചിട്ടിരിക്കുകയല്ലേ? ഊമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസസ് അവിടെ വന്നെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ പറ്റൂ. മനസ്സിലായില്ലേ? ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി ചേച്ചി കണ്ടവരുടെ പാർസൽ അയച്ചു വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ. മനസ്സിലായില്ലേ? ആണോ അല്ലയോ ദിവ്യ? ആണോ അല്ലയോ? എന്റെ കാലങ്ങൾ തൊട്ടോടെ പിന്നെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും. എന്റെ കാലത്തിൽ അടുത്ത് വരാൻ നിനക്കൊന്നും പറ്റില്ലോടി. നാറിയ കേസുകൾ കൊന്നുകളെ ഞാൻ. ഈ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യത്തിൽ പിള്ളേര് ചേച്ചിനെ ഒന്ന് പറ്റിച്ചിട്ടുണ്ട്. അതെ, ദിയനെ നല്ല രീതിയിൽ ചേച്ചിമാര് പറ്റിച്ചിട്ടുണ്ട്. ഈ പറ്റിക്കൽ അറിഞ്ഞതുകൊണ്ട് തന്നെ ദിയ തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇനി 69 ലക്ഷം പറ്റിച്ചോ എന്നുള്ളത് വളരെ ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം 11 മാസം 69-70 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ 70 ലക്ഷത്തിന്റെ കച്ചവടം അവിടെ നടക്കണം, അല്ല അതിന്റെ ഡബിൾ കച്ചവടം അവിടെ നടക്കണം, അല്ലെ? ഡബിൾ കച്ചവടം നടന്നിട്ട് വേണ്ടേ ഇത്ര നമുക്ക് ലാഭം വന്ന് 1 ഇയറിൽ, അല്ലെങ്കിൽ ഇത്ര നമുക്ക് ടേൺ ഓവർ ടോട്ടൽ വന്നു, ഇതിൽ നമ്മൾ ഇത്രയും സാധനം പർച്ചേസ് ചെയ്യണ്ടേ? ഇങ്ങനത്തെ ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ ഓർണമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൈസ് അതായത് ഇപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം 100 രൂപയ്ക്ക് വരെ വിൽക്കുന്ന അത്രയും ലാഭമുള്ളൊരു കച്ചവടമാണ് ഈ പറഞ്ഞ കാര്യം. അതെനിക്ക് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ 69-70 ലക്ഷത്തോളം ഇവർ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടം ഏകദേശം ആ രീതിയിൽ വേണം. ആ ഒരു ചെറിയ കടയിൽ ഒരു 11 മാസം കൊണ്ട് ഇത്രയും വലിയ കച്ചവടം വരണം. എന്നിട്ട് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ 70 ലക്ഷം അവിടെ നിന്ന് മാറ്റി വെച്ചിട്ട് മനസ്സിലാവാത്ത രീതിയിൽ സാധനം നടന്ന് കച്ചവടം നടന്ന് സ്റ്റോക്ക് തീർന്ന് പുതിയ സ്റ്റോക്ക് ഇറക്കണം. ആ സ്റ്റോക്ക് ഇറക്കണമെങ്കിൽ ദിയ കൊടുക്കേണ്ട പൈസ അത് ഇവരെ കയ്യിൽ നിന്നിട്ട് കൊടുക്കാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം ആ ഒരു സംഭവം കൂടെ അവിടെ നടന്ന് അത്രയും കച്ചവടം അവിടെ നടക്കണമെങ്കിൽ അവിടെ കോടികളുടെ കച്ചവടം നടക്കണം. കോടികളുടെ കച്ചവടം അവിടെ നടന്നോ എന്നുള്ളത് ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറ്റിച്ചു എന്നുള്ളത് ഇവരുടെ ഈ ഒരൊറ്റ സോറി പറയുന്ന പിന്നിലുള്ളവർ പറയുന്നുണ്ട്. വളരെ വ്യക്തമാണ് അവർ പറ്റിച്ചു. പിന്നെ 8 ലക്ഷം റുപ്യ അവർ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 8,82,000 രൂപയോളം തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം സംഭവം പറ്റിച്ചിട്ടുണ്ട്. അത് എത്രയെന്നുള്ളത് കുറച്ച് ഇപ്പോൾ ദിയതിയിൽ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ പറ്റിച്ചു, തിരിച്ച് നിങ്ങൾ അതിനേക്കാൾ വലിയൊരു പറ്റിക്കൽ പറ്റിക്കുന്നു. അത് വളരെ വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്നെ പറ്റിച്ചു, എനിക്ക് ഇനി നിങ്ങളെല്ലാവരും എന്നെ ചതിച്ച സ്ഥിതിക്ക് റിവെഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും പറ്റിക്കും ദിയ പറയുന്നുണ്ട്. അപ്പം 69 ലക്ഷം ഉള്ളത് 6 ലക്ഷമാണോ അല്ലെങ്കിൽ 12 ലക്ഷമാണോ 20 ലക്ഷമാണോ എന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. കാരണം ഒക്കെ ഡിജിറ്റലൈസ്ഡ് ആണ്. നമ്മുടെ പൈസ വരുന്നതും വാങ്ങുന്നതും ഒക്കെ അക്കൗണ്ട് ത്രൂ ആണ്. ഇപ്പോൾ വളരെ ചെറിയ പൈസ ക്യാഷ് ത്രൂ ഒക്കെ ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസിന് 1 ദിവസം കൊണ്ട് കണ്ടുപിടിക്കാനുള്ള കാര്യമുള്ളത്. എല്ലാം ഇവരുടെ മൊത്തം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ദിയയുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇവിടേക്ക് കച്ചവടം വാങ്ങിച്ച ആൾക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ അവർ പറ്റിച്ചു, എത്ര പേര് തിരിച്ച് തീക്ക് കൊടുത്തു എന്നുള്ളത് വിത്തിൻ 1 or 2 ഡേയ്സിൽ ഈസി ആയിട്ട് ഇവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ല, അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവന്മാർ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ 1.5 ക്രിമിനൽസ് തന്നെയാണ്. അതിന് ദിയനെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഇവരിത് തട്ടിക്കൊണ്ടുപോയി അവിടെ തട്ടിക്കൊണ്ടുപോയടുത്തുനിന്ന് ഈ കൂട്ടത്തിലൊരാളുടെ ഭർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. അത് കേൾക്കട്ടോ. അത് കേട്ട് കഴിഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയതിൻ്റെ കഥയും കൂടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എൻ്റെ ഒരു കൃഷ്ണകുമാർ ഇപ്പോൾ പോലീസുകാരെന്ന് പറഞ്ഞ ആളില്ലേ, അയാൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് എൻ്റെ വൈഫിനെയും ഈ 3 പെണ്ണുങ്ങളെ ഇനി ജീവനോടെ കാണണമെങ്കിലും വേറെ പല രീതിയിലും പറഞ്ഞിട്ട് എൻ്റെ പറഞ്ഞ് പൈസ കൊണ്ടുവരണം, അവരെ കാതിലും കമ്മലിലും എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വർണ്ണം എങ്ങനെയെങ്കിലും പൈസ കൊണ്ടുവന്നാൽ ഈ കാര്യം തീർക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ഇവർ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 വീലറിൽ നമ്മൾ വരാം, പക്ഷേ വേണ്ട നമ്മളെ വണ്ടിയിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് എൻ്റെ ഫോണും വാങ്ങിച്ചു വെച്ചിട്ട് പിന്നെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുപോയി. എൻ്റെ അങ്കിള് വന്നാണ് എന്നെ അമ്പലമുക്കിൽ നിന്ന് വിളിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ട് പോയത്. അപ്പം എനിക്ക് ആ സ്ഥലം ഏതെന്ന് പോലും അറിയത്തില്ല. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ പണയം വെച്ചിട്ടാണ് നമ്മൾ പൈസ കൊണ്ടുപോയത്. അപ്പോൾ അഥവാ നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു, നിങ്ങളെ ഫോണിൽ കൂടെ വിളിക്കുന്നു, നിങ്ങളുടെ ഭാര്യ എൻ്റെ കസ്റ്റഡിയിലാണ്. നമ്മൾ 2 വീലറിലാണ് പോയത്. 2 വീലർ പോയിട്ട് രണ്ടാമത് അവർ കാറിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പം നമ്മൾ പറഞ്ഞു നമ്മളെ വണ്ടി വരാം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ കാറിലാണ് അവരെ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അത് അമ്പലമുക്കിലേക്കാണ് പോയത്. അമ്പലമുക്കിലേക്ക് നിങ്ങളോട് അമ്പലമുക്കിലേക്ക് വരാൻ പറഞ്ഞു. അമ്പലമുക്കിൽ നിന്ന് ഇവരെ മാത്രം വിളിച്ചു കൂട്ടിക്കൊണ്ടു. അതിനുശേഷം വിളിച്ചിട്ട് പറയുന്നു കസ്റ്റഡിയിലാണ്, പണം കൊണ്ടുവരണം, എങ്ങനെയെങ്കിലും പണം കൊണ്ടുവന്നാലേ ഈ കേസ് ഒതുങ്ങി തീരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ പിന്നെ ജീവനോടെ കാണത്തില്ല. പിന്നെ വേറെ രീതിയിൽ പറയാം, നമുക്കത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലാണ് അയാൾ സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 പെണ്ണുങ്ങളെ കസ്റ്റഡി കൊണ്ടുപോകുമ്പോൾ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാന്നല്ലോ ചെയ്യുന്നതാണോ അവർ പറഞ്ഞത്. കൃഷ്ണകുമാറിന്റെ കൂടെ ഇന്ന ആളാണ് പറഞ്ഞത്. ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള 3 പെൺകുട്ടികളെയും സ്ത്രീകളെയും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ ലൈംഗികമായി ഞങ്ങൾ ഉപദ്രവിക്കും. കാരണം അവിടെ കൃഷ്ണകുമാരൻ ഡ്രൈവർ മാത്രമല്ല, അവിടെ 7 ആൾക്കാരുണ്ടായിരുന്നു ആണുങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ പൊതുവെ പേടിച്ചായിരുന്നു. ദിയയും ഈ പറയുന്ന സിന്ധു ഒക്കെ ഉണ്ടായിരുന്നു. സിന്ധു എല്ലാം ഉണ്ടായി. അവരാണോ കുടുംബാംഗങ്ങളിൽ ഉണ്ടായിരുന്നത്, മറ്റാരെങ്കിലും കുടുംബാംഗങ്ങളെ? അഹാന ചെയ്തോണ്ട് ബാക്കി 3 പെൺമക്കളും ഉണ്ടായിരുന്നു.
അവരമ്മയുണ്ടായിരുന്നു. 3 പെൺമക്കൾ എന്ന് പറയുമ്പോൾ അഹാന, ഈ പറയുന്നത് ദിയ, അത് ഹൻസികയാണ്. ഹൻസിക 3 പേര്. അവർ 3 പേരും സിന്ധു, കൃഷ്ണകുമാർ, അവരുടെ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 8 ആണുങ്ങളുണ്ട്. പിന്നെ കൂടാതെ കൃഷ്ണകുമാറിന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസുകാരെന്ന് പറഞ്ഞു അത് കേന്ദ്രത്തിൽ എന്തോ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെടുത്ത് ഭീഷണിപ്പെടുത്തി. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ ബാങ്കിൽ നമ്മൾ പോയാലേ പറ്റൂ, വേണ്ട നിങ്ങൾ ആധാർ കാർഡ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവരാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുത്തുകൊണ്ട്. അതേസമയം നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നമ്മൾ ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ആൾ വരാതെ തരാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കൃഷ്ണകുമാർ ആദ്യം വിളിച്ചപ്പോൾ എത്ര ലക്ഷം രൂപ വേണമെന്നാണ്? കൃഷ്ണകുമാർ നമ്മളെ വിളിച്ചില്ല, ദിയയാണ് വിളിച്ചത്. 5 ലക്ഷം ഉണ്ടെങ്കിൽ ഈ കാര്യം സെറ്റിൽമെന്റ് ചെയ്ത് എല്ലാം ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യമാരെ കസ്റ്റഡിയിലാക്കിയല്ലോ, അതിനുശേഷം 5 ലക്ഷം തന്നെയാണ് വിളിച്ചത്? അല്ല, മൊത്തം പിന്നെ വെച്ച് ഉള്ളത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്ര രൂപ 5 ലക്ഷം ദിയ ചോദിക്കുന്നു, പിന്നീട് കൃഷ്ണകുമാർ വിളിച്ചിട്ട് ഉള്ളത് കൊണ്ടുപോകുന്നു. അപ്പോൾ നിങ്ങൾ 8 ലക്ഷം രൂപ സ്വർണ്ണമായി കൊണ്ടുപോകും. പിന്നെ നമ്മളതിന് 3 ചെക്കായിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഇത്ര ഇല്ല, നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെക്ക് കൊണ്ടുവരണം എന്ന് കൊണ്ടുവന്നു. 3 ചെക്കായിട്ട് കൊണ്ട് തരാൻ 3 ചെക്കായിട്ട് കൊണ്ട് കൊടുക്കാൻ പറയാം. നമ്മൾ നമുക്ക് ചെക്ക് ബുക്കൊന്നും ഇല്ല എന്ന് അപ്ലൈ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നിങ്ങൾ കേട്ടല്ലോ, അതായത് ഇവരെ അവർ തന്നെ വിളിച്ചു കൊണ്ടുപോകുന്നത്, അതായത് ഇവരെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരെ വണ്ടിയിൽ വിളിച്ചു കൊണ്ടുപോകുന്നു, തിരിച്ച് വിളിച്ച് പറയുന്നു നിങ്ങൾ ഇത്രയും കാശ് ഇപ്പം കൊണ്ടു തന്നിട്ടില്ലെങ്കിൽ ഇവരെ ഞങ്ങൾ തട്ടിക്കളയും അല്ലെങ്കിൽ ഞങ്ങൾ പീഡിപ്പിക്കും. ഇത് കേരളമല്ലേ? ഒരു 3 പെൺപിള്ളേരെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയിട്ട് തട്ടിക്കും അല്ലെങ്കിൽ തട്ടിക്കൊല്ലും പീഡിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ 8 ലക്ഷം തിരിച്ചു കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇവർ പറ്റിച്ചിട്ടുണ്ട്. ഇവർ പൈസ വരെ എടുത്തിട്ടുണ്ട്. എത്രയെന്നുള്ളത് മാത്രം എടുത്താൽ മതി. സംഭവം വരെ എടുത്തിട്ടുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ കിട്ടിയ കാശിന് അല്ലെങ്കിൽ കിട്ടിയതിൽ വെച്ചിട്ടുള്ള പൈസ എല്ലാം കൂടെ പണയം വെച്ചിട്ടാണെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുത്ത് അതുകൊണ്ട് തന്നെ. പിന്നെ 69 ലക്ഷം അതൊരു തട്ടി. അത് നമ്മുടെ ദിയ പറഞ്ഞ പോലെ ഞാനൊന്ന് കാണിച്ചെന്നാണ്. എൻ്റെ മറ്റൊരു ചീത്ത മുഖം നിങ്ങൾ കണ്ടിട്ടില്ല. ആ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ 69 ലക്ഷം എന്നുള്ള ആ ഒരു എക്സാജറേഷൻ. ചിലപ്പോൾ പോലീസിൻ്റെ അവരും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ എങ്കിൽ അവരെ മാക്സിമം അവർ പേടിച്ചിട്ടുള്ളത് മാക്സിമം അവർ തുറന്നും പറയും. അപ്പം നമുക്ക് സംഭവങ്ങൾ കിട്ടും. ഇത് പറയാൻ വേണ്ടിയിട്ടും ആയിരിക്കാം അതിനൊക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ പറയുന്നത്, ഇയാൾ പറയുന്നത് സ്വന്തം ഭാര്യനെയും കൂടുതൽ 2 പെൺപിള്ളേരെയും ബാക്കിയുള്ള ആൾ കൊണ്ടുവച്ചിട്ട് ഞങ്ങളിപ്പോൾ അവരെ പീഡിപ്പിക്കാൻ പോവുകയാണ്, ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ്, പൈസ ഇപ്പോൾ കിട്ടണമെന്ന് പറയുമ്പോഴേക്കും ഇവൻ പൈസ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അല്ല ഇവൻ്റെ അടുത്താണ് സത്യം, ഇവരുടെ അടുത്താണ് സത്യം, ഇവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും വേണ്ട, പോലീസിൻ്റെ അടുത്ത് പോരുതാ ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനി മുക്ക് ഏതൊരു മുക്ക് പറഞ്ഞ് അവിടുത്തെ എന്നെ ഫ്ലാറ്റിൽ എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ 2 പേരെയും ഈ ദിയ കൃഷ്ണയും ഇവരുടെ അത്രയും പോപ്പുലർ ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. ഈസിയാണ്. പോലീസ് പറയാം അങ്ങനെ പോലീസിനോട് ഒന്നും പറയാം അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്, പോലീസ് ഓടി അവിടെ എത്തും, സ്പോട്ടിൽ പിടിക്കുകയും ചെയ്യും. അപ്പം അതിലൊക്കെ പച്ചക്കളവുകൾ അതിലുണ്ട്. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവർ കാശ് എടുത്തിട്ടുണ്ടെന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി പെൺപിള്ളേർ പറയുന്ന കുറച്ച് വേർഡ്സും കൂടെ അതും കൂടെ കേൾക്കുമ്പം ഇതിനൊരു കൺക്ലൂഷനിൽ നമുക്ക് കറക്റ്റായിട്ട് എത്താൻ പറ്റും. ദിയക്ക് എപ്പോഴും ദിയ ഒരു മുതലാളി, നമ്മൾ എന്ന് വെച്ചാൽ പണ്ടത്തെ ജന്മിമാരുടെ ഒരു മെന്റാലിറ്റി ആണ് ദിയക്ക്. നമ്മൾ ജാതി വ്യത്യാസം ദിയക്ക് ഉണ്ട്. ആഹാരം കഴിക്കുന്ന പോലെ ദിയക്ക് പ്രശ്നമാണ് അതൊക്കെ. ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു മണി ചോറോ വല്ലതും താഴെ വീണോ ഞങ്ങൾ നല്ലതുപോലെ കിടന്ന് പറയും. അതെല്ലാം CCTV കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഈ 1 വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ പോയെന്നാണ് ഞങ്ങൾ. കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ CCTVയിൽ വിസിബിളി കാണാം. ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറൊക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി ഇരിക്കുന്നതിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോൾ ഒന്നും വാങ്ങിയില്ലെന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ? എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത് അന്ന് അവർക്ക് പരാതി വന്നത്? നമ്മൾ മാറി, ഞങ്ങളെ മുന്നിൽ ജോലി നിർത്തി. 28-ാം തീയതി 29-ാം തീയതിയാണ് ഇഷ്യൂ നടക്കുന്നത്. 29-ാം തീയതിയാണ് നിർത്തുന്നത്. ദിയയ്ക്ക് അറിയാൻ ജോലി നിർത്തിയത് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ റെക്കോർഡുണ്ട്. കാരണം ദിയയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ്. എത്ര ചെയ്താലും ദിയക്ക് ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതം ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത്. അന്ന് ഞാൻ നിർത്തുന്നെന്ന് പറഞ്ഞ് അയച്ചിരുന്നു അതിന്റെ സ്ക്രീൻഷോട്ട്. അതായത് ഇവർ 29-ാം തീയതി ജോലി നിർത്തി ഇവർ പോവുകയും ചെയ്തു. 29-ാം തീയതി ഇവർ ജോലി നിർത്തി പോയിട്ട് ഇവർ വിളിച്ച സമയത്തായിരിക്കും നമ്മൾ തുടക്കത്തിലിട്ട ആ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾ നിർത്തി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറ്റിച്ച് പോയതല്ല, എൻ്റെ കാശ് എടുക്കുക എന്നുള്ള രീതിയിൽ ദിയ സംസാരിച്ചത് മിക്കവാറും ഇവർ നിർത്തിപ്പോയതിനു ശേഷിയായിരിക്കും. അപ്പം അവർ സമ്മതിക്കുന്നുണ്ട്, സോറി പറയുന്നു പിന്നെന്ന് പറയേണ്ടത്. അതിൻ്റെ അർത്ഥം ഇവർ പറ്റിച്ചിട്ടുണ്ട്. ഇവർ 69 ലക്ഷം പറ്റിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ട് ഇവരുടെ മൊത്തം വർത്താനം കേട്ടിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ജാതിക്കാടും ബാക്കിയൊക്കെ അതൊക്കെ വെറുതെയാണ്. ഈ ചോറ് തിന്നാൻ ചെറിയ സ്പേസ് അതൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു ചെറിയ കടൻ്റെ ഉള്ളിൽ ചെറിയ സ്പേസ് ഒരാൾക്ക് ഒരു സമയത്ത് ഇരുന്ന് ആകെ 3 സ്റ്റാഫുള്ള സ്ഥലമാണ്. ഒരു സമയത്ത് ഒരു സ്റ്റാഫിന് ചോറ് നല്ല സ്പേസ് ഒക്കെ എവിടെയും കൊടുക്കാറുള്ളൂ. പല സ്ഥലത്തും സ്പേസ് പോലും കൊടുക്കാറില്ല. വല്ല പാർക്കെങ്കിലും അവിടെയും ഇവിടെ പോയിരുന്ന് ഒരുപാട് പേര് കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു വറ്റ് താഴെ വേണ്ടി 2 വറ്റ് താഴെ വേണ്ടി ചീത്ത പറഞ്ഞാൽ അത് മുതലാളി ചീത്ത പറയുന്നത്, അത് മുതലാളിമാർ ചീത്ത പറയും. അവിടെ വറ്റുണ്ട്, അവിടെ അതുണ്ട്, അവിടെ ക്ലീൻ ചെയ്യണം എന്നുള്ളതും പറഞ്ഞിട്ടും ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഭാഗം തന്നെ. എന്നിട്ട് 1 ഇയർ വരെ വർക്ക് ചെയ്തല്ലോ, അവർക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ എടുത്തു. ദിവസം 500 വെച്ചിട്ട് എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കിട്ടുന്ന കാശ് വരെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അവർ തന്നെയാണ് പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്. അപ്പോൾ അവരുടെ അക്കൗണ്ടിലോട്ട് കാശ് വന്നിട്ടുണ്ട്. തിരിച്ചു കൊടുത്തത് CCTV കൂടെ ആയതുകൊണ്ട് അവർ കാണുന്നില്ല എന്നും പറയുന്നുണ്ട്. എങ്കിൽ അതും കൂടെ കാണിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? ദിയ ഒരു വീഡിയോയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ദിയ ഇട്ട വീഡിയോ ഇതാണ്. ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണുമ്പം ദിയ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്.
അതോട് കൂടിയിട്ട് പിന്നെ ഇത് നമ്മൾ ഒരുപാട് ചിന്തിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ദിയയുടെ കമ്പനിയായി ഈ അവിടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ ഫ്രോഡ് പരിപാടികളായിട്ട് അത് അവർ ക്ലീനായിട്ട് ചെയ്തോളും. ഹായ് എവരിബഡി, ഗുഡ് ഈവനിങ്. നിങ്ങളിൽ ഒരുവിധം എല്ലാവരും ന്യൂസിൽ നടക്കുന്ന എൻ്റെ അഗൻസ്റ്റുള്ള ആരോപണങ്ങളും എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പ്ലസ് വേറൊരു ഇൻഫർമേഷനും കൂടെ പാസ് ഓൺ ചെയ്യാനാണ്. എൻ്റെ OYOC സ്ഥാപനത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന 3 കുട്ടികൾ, വിനിത, ദിവ്യ, രാധു, ഈ 3 പേരും അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടായിരുന്നു. QR കോഡ് വഴി പണം തട്ടിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേസ് കൊടുത്തു, അവർ കൗണ്ടർ കേസ് കൊടുത്തു. സോ അത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് കണ്ടുപിടിച്ച ദിവസം രാത്രി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ആസ്കിങ് ഫോർ ഹെൽപ്പ്. ഇതുപോലെ ആരെങ്കിലും ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ട് ഇവർ ചെയ്യാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു. അതിൻ്റെ പിന്നാലെ ഒത്തിരി പേരുടെ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈവൻ ടുഡേ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇതുപോലെ നമ്മുടെ നിന്ന് ക്യാഷ് ഇൻസിസ്റ്റ് ചെയ്തു, ഇവരുടെ അക്കൗണ്ടിലോട്ട് അയക്കാൻ പറഞ്ഞു. ഇതുപോലെ ഒത്തിരി കംപ്ലയിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവർ എന്നെയും നിങ്ങളെയുമാണ് സ്കാം ചെയ്തത്. എന്നെ സ്കാം ചെയ്തതും എൻ്റെ കമ്പനിയെ സ്കാം ചെയ്തത് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളെ സ്കാം ചെയ്തത് നിങ്ങളെ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ OYOCയിലെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് വിശ്വസിച്ച് എനിക്ക് പേയ്മെൻറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ ഞാൻ ബിസിനസ് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് എനിക്ക് തരേണ്ട പൈസ ഇവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനൊരു മെയിൽ ഐഡിയും ഈ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ ഇടുന്നുണ്ട്. ആ ഒരു മെയിൽ ഐഡി ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിലുള്ള മെയിൽ ഐ ഡിയാണിത്. shomsmtvm.pol@kerala.gov.in. മെയിൽ ഐ ഡി ഞാനിവിടെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മ്യൂസിയം സ്റ്റേഷനിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണ്. എനിക്കറിയാം കസ്റ്റമേഴ്സിന് ആർക്കും ഡയറക്റ്റ്ലി അവിടെ പോയി കേസ് കൊടുക്കാൻ ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വരും. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെയും സ്കാം ചെയ്തിട്ടുണ്ട്, എന്നെയും സ്കാം ചെയ്തിട്ടുണ്ട്. ഇവരുടെ പേരിൽ ഫ്രോഡ് കേസ് നിങ്ങൾക്കും ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങൾ വിത്ത് പ്രൂഫ്, അതായത് നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം പ്ലസ് സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ദിവ്യ ഫ്രാങ്ക്ലിൻ്റെ അക്കൗണ്ട് ആണോ, വിനിത ആദർശിൻ്റെ അക്കൗണ്ട് ആണോ, രാധു മനോജിൻ്റെ അക്കൗണ്ട് ആണോ എന്നുള്ളത് വിത്ത് പ്രൂഫ്, എത്ര രൂപയാണ് എന്നുള്ളത്, അതിന് അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടെ വെച്ചിട്ട് ഇവരുടെ അഗേൻസ്റ്റ് ഒരു ഫ്രോഡ് കേസ് നിങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇഫ് യു ജോയിൻ മീ ഇൻ ദിസ് ജേർണി ഇറ്റ് വുഡ് ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ്. കാര്യം ഞാൻ എൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞു, നിങ്ങളുടെ കേസ് നിങ്ങൾ തന്നെ കൊടുക്കണം. എന്നാലേ ഇതിനകത്ത് നമുക്ക് ട്രൂത്ത് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ജസ്റ്റിസ് ഷുഡ് ബി സെർവ്ഡ് ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് ക്രിമിനൽസിനെ മുന്നിൽ കൊണ്ടുവരണം, എല്ലാവരുടെയും മുന്നിൽ വരെ കൊണ്ടുവരണം. അതിന് വേണ്ടിയാണ് ഞാൻ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഹോപ്പ് നിങ്ങളും ആ ഒരു ഫ്രോഡുലൻറ്റ് കേസ് നിങ്ങളും കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ താഴെ പറഞ്ഞിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ കേസ് വിത്ത് പ്രൂഫ്, സ്ക്രീൻഷോട്ട്സും നിങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം ദയവ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഒരു ഫ്രോഡ് കേസ് കൊടുക്കുക. നമുക്ക് 2 പേർക്കും അത് ഉപകാരമായിരിക്കും. സോ യെസ്, താങ്ക് യു സോ മച്ച്. കേട്ടല്ലോ നിങ്ങൾ ദിയ പറഞ്ഞത്. ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടുന്ന് വാങ്ങിച്ച കസ്റ്റമേഴ്സിന് ഇതേ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക എന്ന് തന്നെ പറഞ്ഞത്. ദിയ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ കാര്യത്തിൽ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ജാതി കാർഡ് ഇറക്കാനോ അല്ലെങ്കിൽ BJP നേതാവിൻ്റെ മകളാണ്, മറ്റേതാണ്, മറിച്ചാണ്, പല രീതിയിൽ ആൾക്കാർ ഞാൻ പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യത്തിലില്ല. പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ദിയയുടെ സൈഡിൽ നിന്നും അവരെ സൈഡിൽ നിന്ന് അവർ പറയുന്ന കാര്യങ്ങളും വ്യക്തമാണ്. സംഭവം ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ കറക്റ്റാണ്. പക്ഷേ 69 ലക്ഷം ഒന്നുമില്ല. എന്തൊക്കെ വേറെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. അതെന്താണെന്നുള്ളത് പോലീസ് സെറ്റിൽ ചെയ്തോളൂ. ഈ കേസ് ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം ചെറിയ, അതായത് ഒന്ന് പറ്റിച്ച ഒരു മുതലാളിനെ ഒരു വർഷമായിട്ട് പറ്റിച്ചു എന്ന് പറയുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് ദിയ കൊടുത്ത കേസായിരിക്കാം. പിന്നെ ഞങ്ങൾ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അവർ തിരിച്ച് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോയതുള്ള മറ്റു പല കേസുകളുമാണ്. അല്ലാണ്ട് ഇതിലൊന്നും വേറൊരു കോപ്പുണ്ടെന്ന് തോന്നുന്നില്ല.